ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. തടസ്സം നിൽക്കുന്നവനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ശാലിനി ഒരു തടസ്സമായിരുന്നു, അതുകൊണ്ട് അത് കടക്കിലെ അങ്ങ് വെട്ടി. അല്ലെങ്കിൽ നല്ല ചെയ്യുന്നവരാരെയും നിങ്ങളിവിടെ വെച്ച് വാഴിക്കത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടും. അന്നും ഈ ഒത്തൊരുമയും സൗഹൃദ കൂട്ടായ്മയൊക്കെ കണ്ടാ മതി കേട്ടാ. ചിറ്റപ്പ, ജോൺ സാറേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടപടികളോട് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പറയും. കാരണം താമസിക്കും തോറും ഈ വയറ്റത്തെ മുറിവ് തുന്നിക്കെട്ടി അവളങ്ങ് വരും. അത് നമുക്ക് വീണ്ടും തലവേദനയാവേ. ആ കുത്തൊന്ന് കേറ്റി കുത്തിയിരുന്നെങ്കി അവൾ അന്നങ്ങ് തീർന്നേനെ. ബെസ്റ്റ്. എടി പറയുമ്പോ എളുപ്പമാ, പക്ഷേ മരണപ്പെടുന്നതേ ഒരു ജില്ലാ കളക്ടറാ. ഈ കുത്തിയവനും കുത്താൻ പറഞ്ഞവനും ഈ പ്ലാൻ ചെയ്ത് ബുദ്ധി ഉപദേശിച്ചവരുണ്ടല്ലോ, എല്ലാം കൂടെ അകത്ത് പോവും. കൊലക്കേസാ. ഇതിപ്പോ എങ്ങനെ നോക്കിയാലും 4-5 വർഷം അവരകത്ത് കിടക്കേണ്ടി വരും. എടി മോളെ, അതിനുള്ള പണമൊക്കെ നമ്മളവരെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം ഈ സമയത്തിനുള്ളിൽ നടത്തുകയും ചെയ്യാം. ഇത് പോലീസ് ബുദ്ധിയാ ജോൺ സാറേ. അതുകൊണ്ട് തന്നെ പച്ച ഇറച്ചിയിലേക്ക് അളവറിഞ്ഞ് കുത്താൻ കഴിവുള്ള പണിക്കാരെ തന്നെ ഇറക്കിയത്. ഇനിയിപ്പോ ലെവന്റെ പടപ്പുറപ്പാട് ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. രക്തബന്ധമൊന്നും നോക്കാത്ത സൈസാവൻ എന്നെ എടുത്ത് ഉടുത്തു കളഞ്ഞില്ലേ. അച്ഛന്റെ അനിയനാണെന്നുള്ള പരിഗണന പോലും കാണിക്കാതെ ഇടിയൊക്കെ 100-150 കിലോയാ. അല്ല, എന്താ അവന്റെ പേര്? വിഷ്ണുവോ പരമശിവനോ അങ്ങനെ എന്തോ അല്ലേ? ആരായാലും ഇതുപോലെ അങ്ങ് പതുങ്ങിയിരുന്ന് പിച്ചാങ്കത്തി കയറ്റണം. തീർക്കാതെ തീർത്ത് ഇതുപോലെ അങ്ങ് കിടത്തിയേക്കണം. പിന്നെ തല പൊക്കില്ല, മുഷ്ടി ചുട്ടി നമ്മുടെ നേർക്ക് വരൂല്ല. അവനെ ഒതുക്കാൻ ചില്ലറ പണിക്കാരൊന്നും പോരാ ജോൺ സാറേ. ഇരുതല മൂരി അവൻ എവിടെ തൊട്ടാലും കടിക്കും. അടിച്ചു കൊല്ലാനാണെങ്കിൽ 2 തലയ്ക്ക് ഒപ്പം അടിക്കണം. എന്നാലേ അവനൊന്ന് ഒതുങ്ങൂ. ഇല്ലെങ്കിൽ അവൻ നമുക്കിട്ട് പണി തരും. ജപ്തി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മാനസികമായിട്ടും തകരും. പിന്നെ അവന്റെ നേരെ അയക്കുന്ന ഓരോ അസ്ത്രവും അവന്റെ ചങ്കി തന്നെ തറയ്ക്കും. എത്ര വലിയ പോരാളിയാണെങ്കിലും സാറേ, അവനെ തിളയ്ക്കാൻ ആദ്യം വേണ്ടത് ഈ തീ തുപ്പുന്ന ആയുധമൊന്നുമല്ല, മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തിയുമാ. നമ്മൾ ഈ പറയുന്ന പോലെ കൊല്ലാതെ കൊല്ലും. അത് തന്നെ, അതിവിടങ്ങ് പ്രയോഗിക്കണം. വീട് ജപ്തിയായി, അച്ഛനെയും അമ്മയും കൂടി വീട് ഒപ്പിച്ച് മാറണം. അതിനിടയിൽ ഭാര്യയ്ക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇതിനൊക്കെ പൈസ ഉണ്ടാക്കണം. അങ്ങനെ 100 കാര്യങ്ങളോട്ട് അവനിങ്ങനെ ഓടി നടക്കുമ്പോ അവന്റെ വീക്ക് പോയിന്റ് നോക്കി നമ്മളൊരു അടിയടിക്കണം. അവിടെ അവൻ വീഴും. എക്സാക്ട്ലി. ബുദ്ധിയുടെ കാര്യത്തിലും തന്ത്രങ്ങളും മെനയുന്ന കാര്യത്തിലും നിങ്ങളൊരു പുലി തന്നെയാ. ഒരു പോലീസുകാരനാകാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മർമാണിയായനെ. മർമ്മം നോക്കി ആണി അടിക്കാനേ നിങ്ങൾ ബെസ്റ്റാ. എനിവേ, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയായി എടുത്തിട്ടുണ്ട്. എനിക്കെന്താ തരാനുള്ളതെന്ന് വെച്ചാൽ തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ എനിക്ക് എന്റെ കൂട് പിടിക്കായിരുന്നു. മോളെ, എന്നാ പിന്നെ സന്തോഷത്തോടെ അതെടുത്ത് കൊടുക്ക സാറിന്. ജോൺ സാറ് മനസ്സുകൊണ്ട് കൂടി ഒന്ന് ആഹ്ലാദവാനാകട്ടെ. എടുത്തു കൊടു. അപ്പൊ ജോൺ സാറേ, ഓരോന്നുകൂടെ ഒഴിച്ചാലോ? അയ്യോ, വേണ്ട വേണ്ട, ഇന്നത്തേക്ക് ഇനി എടുക്കണ്ട. സാറേ വേണ്ടല്ലോ. ഏയ് വേണ്ട വേണ്ട വേണ്ട. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയും എന്റെ അധികാര പരിധിയിൽ വരാവുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കാൻ രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ.
ഇതുവരെ കാണാത്ത വണ്ടികളൊക്കെ ആണല്ലോ. ഏത് ഊളയാണോ? ഫാമിലി ആയിട്ട് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തോളൂ. ജോൺ സാറിനെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്കങ്ങനെ മാറ്റി നിർത്താനാവില്ലല്ലോ. എന്റെ ആത്മാർത്ഥത വീണ്ടും വീണ്ടും നിങ്ങളെ കൂട്ടുകയാണേ. ആ കൊള്ളാം. ക്രൂരതകൾ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണോ നിങ്ങള്? പാവ ശാലിനി മേഡത്തെ വീഴ്ത്തി കളഞ്ഞല്ല. ഡാ ജഗദീപേ, ഉപേന്ദ്രന്റെ മരം വെട്ടി മുറിക്കൽ കേസും ഇതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ. തടസ്സം നിൽക്കുന്നവനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ശാലിനി ഒരു തടസ്സമായിരുന്നു, അതുകൊണ്ട് അത് കടക്കിലെ അങ്ങ് വെട്ടി. അല്ലെങ്കിൽ നല്ല ചെയ്യുന്നവരാരെയും നിങ്ങളിവിടെ വെച്ച് വാഴിക്കത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടും. അന്നും ഈ ഒത്തൊരുമയും സൗഹൃദ കൂട്ടായ്മയൊക്കെ കണ്ടാ മതി കേട്ടാ. ചിറ്റപ്പ വേണ്ട. ജഗദീപേ, നീ തിന്നുന്ന ചോറ് ഇവിടെ, കൂർ അവിടെ അല്ലേ? അവളുടെ വേദാന്തം വിളമ്പി എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണോ ഇവിടുന്ന്. ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇനി ഇതുപോലെ ശബ്ദം ഉയർത്തിയാ നീ വിവരം അറിയും. ജോൺ സാർ, സോറി. നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന വേദിയിലേക്ക് ഒരു തെരുവുനായ വന്നു എന്ന് വിചാരിക്കാം നമ്മള്. എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ മാത്രം ഇതിനെ കണ്ടാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാനും. ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നടത്തും, നടത്തി കാണിക്കും. വിരലിലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ നമ്മളത് നടത്തിയിരിക്കും. ഉറപ്പ്. ആ എന്നാ പിന്നെ വഹിക്കുന്നില്ല. ഓക്കെ സാർ. ഓക്കെ. എടീ സുസ്മിതേ, നീ എന്നെ തെരുവുനായാക്കി കളഞ്ഞല്ലേ. പക്ഷെ ഈ തെരുവുനായ്ക്ക് ചില സമയത്ത് പേളകും. അത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. Best. Da. Da. നിന്റെയൊക്കെ ജന്മമാടാ ജന്മം. സുഖ ഭക്ഷണം, സുഖ ഉറക്കം. ജനിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ നാളിൽ തന്നെ ജനിക്കണം.